പ്രൈസ് ഗോഡ്. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1641 പാരഗ്രാഫിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ മകളെ, ആത്മാക്കളോടുള്ള എൻ്റെ സ്നേഹത്തിനും അവരുമായുള്ള ഐക്യത്തിനും അവരുടെ മനഃപൂർവ്വമല്ലാത്ത പാപങ്ങൾ എനിക്ക് തടസ്സമല്ല. എന്നാൽ മനഃപൂർവ്വമുള്ള പാപം, ഏറ്റവും ചെറിയവ പോലും എൻ്റെ കൃപകളെ തടസ്സപ്പെടുത്തും. അങ്ങനെയുള്ള ആത്മാക്കളിൽ എനിക്ക് ദാനങ്ങൾ വർഷിക്കാൻ സാധിക്കുകയില്ല. ഒന്ന് ഓർത്ത് നോക്കി. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ അയ്യോ എന്നായിപ്പോയി. കാരണം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കുഞ്ഞല്ലേ, അത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എത്ര കുഞ്ഞാണെങ്കിലും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു തെറ്റാണെങ്കിൽ ഈശോ പറയുന്ന, ഈശോയ്ക്ക് അവിടെ ദാനങ്ങൾ വർഷിക്കാൻ സാധിക്കത്തേ ഇല്ലയെന്ന്. അതായത് കുറച്ച് അങ്ങനെയൊന്നുമല്ല, സാധിക്കത്തേ ഇല്ലയെന്ന് ഈശോ പറയുന്നത്. അപ്പം നമ്മൾ എന്തോരം നമ്മുടെ ഒരു ദിവസത്തിലെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മ ത്രേസ്യാന്ന് തോന്നുന്നു, ഉറപ്പില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ത്രാസിൽ നമ്മുടെ മാരകഭാവം വെച്ച് കഴിഞ്ഞാൽ അതിനായിരിക്കും വെയിറ്റ് കൂടുതൽ. പക്ഷേ ഒരു ലഘുഭാവം എടുത്തു കഴിഞ്ഞാൽ അതിന് മാരകഭാവമായിട്ട് നോക്കുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്ത എല്ലാ ലഘുപാപങ്ങളും കൂടെ ഒരുമിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ത്രാസ് അവിടെ ആയിരിക്കും താഴോട്ട് പോകാൻ പോകുന്നത്. നമ്മൾ ഈ ഇഗ്നോർ ചെയ്യുന്ന, അല്ല വലിയ കാര്യം കൊടുക്കാത്ത ഈ ലഘുപാപങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഈശോയുടെ സ്നേഹവും കൃപയൊക്കെ ഒഴുകാൻ തടസ്സപ്പെടുത്തുന്നതായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഞാനിത് വായിച്ചപ്പോൾ ആലോചിച്ചു, നമ്മൾ എന്തോരം കെയർഫുൾ ആയിരിക്കണം ഒരു ദിവസം. അപ്പം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ ഒരു ചെറിയ തെറ്റ് പോലും പേർപ്പസ്ലി ചെയ്ത് ഈശോയെ നിന്നെ വേദനിപ്പിക്കാൻ ഇടയാക്കല്ലേ എന്ന്. പക്ഷെ അപ്പം അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? പക്ഷെ മത്തായി 5:48 ഈശോ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്നായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കുവൻ. അപ്പം നടക്കത്തില്ലാത്ത കാര്യമാണ് ഈശോ, അത് പറയത്തില്ലല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായിരിക്കുമല്ലോ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അപ്പം അതിനൊരു നല്ലൊരു സങ്കീർത്തനം ഉണ്ട്. സങ്കീർത്തനം 19 12-13 വാക്യങ്ങൾ: എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എനിക്ക് ആ ഭാഗം ഭയങ്കര, അതായത് അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വചനം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മളെ നിറയുമല്ലോ. അങ്ങനെ നമുക്ക് ശക്തിപ്പെടാം. ഒരു കുഞ്ഞ് സെക്കൻഡ് നേരത്തേക്ക് പോലും, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്തിട്ട് പോലും നമുക്ക് നമ്മുടെ ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ ട്രൈ ചെയ്യാം. പ്രൈസ് ഗോഡ്. ആവേ മരിയ.